നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാശിയിലെ ഗ്യാൻവാബി പള്ളിയിൽ പൂജ നടത്താൻ അനുമതി. പള്ളിയുടെ നിലവറയിൽ ആരാധനയാകാമെന്ന് വാരണാസി ജില്ലാ കോടതി. സംഘപരിവാറിനെ ചെറുക്കാൻ കോൺഗ്രസിനെ സഹായിക്കാമെന്ന് മുഖ്യമന്ത്രി. സിപിഎമ്മിന് പിടിവാശിയില്ല. ഇടതുപക്ഷം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കൊപ്പം. ചാൻസലർ സ്ഥാനത്തിരിക്കുന്നവർ സംഘപരിവാറുകാരെ സർവകലാശാലകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചെന്നും മുഖ്യമന്ത്രി. മുക്കന്നൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷ. വിധി സ്മിത കൊലക്കേസിൽ. മറ്റ് 2 കൊലപാതകങ്ങളിൽ ഇരട്ട ജീവപര്യന്തം. പ്രതിപക്ഷ നേതാവിനെതിരെ 150 കോടിയുടെ അഴിമതി ആരോപണവുമായി PV അൻവർ. കേരളയിൽ നടപ്പാകാതിരിക്കാൻ വൻകിട കമ്പനികളുമായി ഒത്തുകളിച്ചു. ഇടനില നിന്നത് KC വേണുഗോപാൽ എന്നും ആരോപണം. അൻവറിനെ പരിഹസിച്ച് സതീശന്റെ മറുപടി. ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. നയപ്രഖ്യാപനത്തിൽ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രാഷ്ട്രപതി. സമസ്ത മേഖലയിലും മുന്നേറ്റം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമായി. പാർലമെന്റിൽ നാരീശക്തിയുടെ ഉത്സവമെന്ന പ്രധാനമന്ത്രി. യഥാർത്ഥ ഭക്തന്മാരാരും മാലയൂരിയിട്ടോ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല. കപട ഭക്തന്മാര് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ശബരിമലയെ തകർക്കാൻ ശ്രമമെന്ന് ദേവസ്വം മന്ത്രി. ചിലരുടെ സമരം പ്രത്യേക ലക്ഷ്യത്തോടെ. മാലയൂരി മടങ്ങിയത് കപട ഭക്തരെന്നും K രാധാകൃഷ്ണൻ. രാഷ്ട്രീയ അജണ്ട പരിശോധിച്ചോളൂവെന്ന് പ്രതിപക്ഷം. ഭക്തരുടെ മടക്കം മാനസിക വിഷമത്തോടെയെന്ന് BJP. PC ജോർജ് BJPയിൽ. ജനപക്ഷം BJPയിൽ ലയിച്ചു. ഷോൺ ജോർജും അംഗത്വമെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. കാശിയിലെ ഗ്യാൻവാബി പള്ളിയിൽ ഹിന്ദു വിഭാഗത്തിന് പ്രാർത്ഥന നടത്താൻ അനുമതി. വാരണാസി ജില്ലാ കോടതിയാണ് പ്രാർത്ഥന നടത്താൻ അനുമതി നൽകിയത്. പള്ളിയുടെ നിലവറയിൽ ആരാധന നടത്താം. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, നേരത്തെ ഈ പള്ളിയിൽ ശിവലിംഗം കണ്ടെത്തി. അതോടൊപ്പം ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ അതേ തൂണുകൾ ഉപയോഗിച്ചാണ് എന്നുള്ളതടക്കമുള്ള ആർക്കിയോളജിക്കൽ വിഭാഗത്തിന്റെ സർവേ ഒക്കെ വന്നിരുന്നു. ഈ റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലൊരു ആരാധന നടത്താനുള്ള ഒരു അനുമതി ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്? എന്താണ് കോടതി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്? ആര്യ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാരാണസി ജില്ലാ കോടതിയുടെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗ്യാൻവാബി പള്ളിയിൽ ആരാധന നടത്താനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഹിന്ദു വിഭാഗത്തിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അനുമതി വാരാണസി കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. പള്ളിയുടെ സീൽ ചെയ്ത ഭാഗത്ത്, അതായത് തെക്ക് ഭാഗത്ത് ആരാധന നടത്താനാണ് അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ 2002 ഈ ഭാഗം സീൽ ചെയ്യാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നത്. അതിനുശേഷം ആരാധന ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഈ ക്ഷേത്രം പൊളിച്ചാണ് ഇവിടെ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എന്നായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വാരാണസി കോടതി എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 7 ദിവസത്തിനുള്ളിൽ ഇവിടെ പൂജ നടത്താൻ അനുമതി നൽകണം. കാശി വിശ്വനാഥ ട്രസ്റ്റുമായി ഇതിന് ബന്ധപ്പെട്ടുകൊണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഏതായാലും ഗ്യാൻവാബി പള്ളിയിൽ ഇപ്പോൾ ഹൈന്ദവ വിഭാഗത്തിന് ആരാധന നടത്താൻ അനുമതി നൽകിയിരിക്കുകയാണ്. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. PC ജോർജ് ഇനി BJPയിൽ. PC ജോർജിന്റെ ജനപക്ഷം പാർട്ടി BJPയിൽ ലയിച്ചു. ഡൽഹി BJP ആസ്ഥാനത്തെത്തി PC ജോർജും ഷോൺ ജോർജും അംഗത്വമെടുത്തു. ഞാനിതൊന്നും ആവശ്യപ്പെടുന്ന പാർട്ടി നേതൃത്വം പറയുന്നത് അവരെന്നോട് പറയാണ്, BJPയുടെ നേതൃത്വം പറയാണ്, നാളെ മുതൽ കേരളത്തിലെ ഓഫീസിന്റെ ചാർജുള്ള ഒരു പ്യൂണായിട്ടിരിക്കണമെന്ന്. പ്യൂണായിട്ടിരിക്കും. ലയന സമ്മേളനമുണ്ട്. തീർച്ചയായിട്ടും ലയന സമ്മേളനം മിക്കവാറും തിരുവനന്തപുരത്ത് വെച്ച് നടത്താനാണ് ആലോചിച്ചത്. ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല. ഉടനെ ഉണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എനിക്ക് ചിരി വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് ഞാനാണെന്ന് ചോദിക്കും. ഇനി ഞാൻ നിൽക്കണോ വേണ്ട തീരുമാനം എനിക്കെന്ത് അവകാശം? അത് എന്തർത്ഥം? അത് BJPയുടെ പ്രവർത്തനം. ഞാൻ VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.
മൂക്കന്നൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ബാബുവിന് വധശിക്ഷ. സ്മിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷ. മറ്റ് 2 കൊലപാതകങ്ങളിൽ ഇരട്ട ജീവപര്യന്തവും ശിക്ഷ വിധിച്ചു. വിവിധ വകുപ്പുകളിലായി 4,10,000 രൂപ പിഴ ഒടുക്കണം. ഈ തുക കൊല്ലപ്പെട്ട സ്മിതയുടെ കുട്ടികൾക്ക് നൽകാനും കോടതി വിധിച്ചു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. എക്സ്ട്രീം പെനാൽറ്റിയാണ് നമ്മൾ 3 പ്രതീക്ഷിച്ചതെങ്കിലും ഒന്നിലാണ് എങ്കിലും ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്ന ഒരു അതിന് തൊട്ടടുത്തുള്ള തന്നെ 2 ഈ മരണം 302 ആകെ 2 ഉള്ളൂ. ഒന്ന് ലൈഫും ഒന്ന് ഡെത്താണ്. അതിൽ ഒന്നിൽ ഡെത്ത് കിട്ടിയെന്നുള്ളതിൽ തീർച്ചയായിട്ടും വളരെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം ഇത് തന്നെയാണ് ഈ ശിക്ഷ. അത് ശരിയായ വിധിയാണ് ഈ കോടതിയിൽ നിന്ന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവായിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് കല്ലേറ്. രാഹുൽ ഗാന്ധിയുടെ കാറിന് നേരെയാണ് കല്ലേറുണ്ടായത്. ആക്രമണ സമയം രാഹുൽ കാറിൽ ഉണ്ടായിരുന്നില്ലെന്ന് സൂചന. ബീഹാർ ബംഗാൾ അതിർത്തിയിലാണ് ആക്രമണമുണ്ടായത്. വൻ സുരക്ഷാ വീഴ്ചയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പുതിയ ഭാരതത്തിന്റെ ഉദയത്തിന് തുടക്കമായെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വനിതാ സംവരണ ബില്ലും മുത്തലാഖ് നിരോധനവും അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവും അടക്കം സർക്കാരിന്റെ വികസന നേട്ടമായി അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിന് തുടക്കമായി. ഇടക്കാല ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കും. इस नए सदन भवन में ये मेरा पहला संबोधन है. നയപ്രഖ്യാപന പ്രസംഗത്തിനായി പുതിയ പാർലമെന്റ് മന്ദിരത്തിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ചെങ്കോലുമായാണ് സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 മാസത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. 1 വർഷത്തിനിടയിൽ പ്രധാന ബില്ലുകൾ അവതരിപ്പിക്കാനായി. രാജ്യം വികസന പാതയിലാണെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. जो आजादी के अमृत काल में विकसित भारत का निर्माण करेगी. അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായി. മുത്തലാഖ് നിരോധിച്ചതും 3 പതിറ്റാണ്ടിന് ശേഷം വനിതാ സംവരണ ബിൽ നടപ്പാക്കിയതും ചരിത്ര നേട്ടമായി. ജമ്മു കശ്മീർ പുനഃസംഘടനയും ശ്രദ്ധേയമായ നേട്ടമായി. വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി. രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 7.5% മുകളിലാണ്. 25 ലക്ഷം ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി. G20 ഉച്ചകോടിക്ക് ശേഷം ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തമായി. ചന്ദ്രയാൻ ദൗത്യവും പ്രസംഗത്തിൽ രാഷ്ട്രപതി എടുത്തു പറഞ്ഞു. चंद्रमा के दक्षिण ध्रुव पर झंडा फहराने वाला पहला देश बना. भारत ने सफलता के साथ आदित्य मिशन लॉन्च किया. धरती से 15 लाख किलोमीटर दूर अपनी सैटेलाइट पहुंचाई. राम मंदिर के निर्माण की आकांक्षा सदियों से थी. आज ये सोच हो चुका है. രാജ്യത്തിന്റെ ധനക്കമ്മി നിയന്ത്രണ വിധേയമാണ്. ഡിജിറ്റൽ ഇന്ത്യ ആയിരങ്ങളുടെ ജീവിതം എളുപ്പമാക്കി. വിമാന ട്രെയിൻ യാത്രാ നിരക്കുകൾ കുറഞ്ഞു. 1003 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചു. വന്ദേ ഭാരത് വികസനത്തിന്റെ പുതിയ ഉദാഹരണമാണ്. വിദേശ നിക്ഷേപം ഇരട്ടിയായി. GST നൽകുന്നവരുടെ എണ്ണം കൂടി. ഭീകരതയ്ക്ക് ശക്തമായ മറുപടി നൽകുന്നു. ബാങ്കിംഗ് മേഖലയിൽ ഉണർവുണ്ടായെന്നും ദ്രൗപദി മുർമു വിശദമാക്കി. अधिनियम से डिजिटल स्पेस और सुरक्षित होने वाला है. अब हम जीवन में पहली बार बड़े पैमाने पर गरीबी को दूर होने देख रहे हैं. नीति आयोग के अनुसार मेरी सरकार के 1 दशक के कार्यकाल में करीब 25 करोड़ देशवासी गरीबी से बाहर निकले हैं. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി അവതരിപ്പിക്കുന്ന ബജറ്റ് ജനപ്രിയമായിരിക്കുമെന്നതിന്റെ സൂചനയാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കം. നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിന്റെ ഉള്ളടക്കം എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് രാജ്യം. ന്യൂസ് ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥൻ. ഈ ബജറ്റ് സമ്മേളനം നാരീശക്തിയുടെ ഉത്സവമെന്ന് പ്രധാനമന്ത്രി. വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ചത് ചരിത്ര നീക്കമായെന്നും സ്ത്രീ ശക്തിയുടെ പ്രകടനമാകുമെന്നും മോദി പറഞ്ഞു. പ്രതിപക്ഷ ശബ്ദം ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കായി ഉയരണമെന്നും പ്രധാനമന്ത്രി. नारी शक्ति के संकल्प की शक्ति को अनुभव किया और आज
बजट सत्र का आरंभ हो रहा है तब राष्ट्रपति द्रौपदी मुर्मू जी का मार्गदर्शन और कल निर्मला सीतारमण जी के द्वारा इंटरिम बजट एक प्रकार से ये नारी शक्ति के साक्षात्कार का पर्व है। कर्तव्य पथ पर नारी शक्ति के सामर्थ्य को, नारी शक्ति के संकल्प की शक्ति को अनुभव किया। നാരി ശക്തി ഉയർത്തിപ്പിടിക്കുമോ ബജറ്റ്? സ്ത്രീകൾക്കായി കരുതി വെക്കുന്നതെന്ത്? ബജറ്റ് അവലോകനം സ്ത്രീപക്ഷത്ത് നിന്ന്. വിമൻ ഇൻ ബജറ്റ് നാളെ ഉച്ചയ്ക്ക് 3 മുതൽ 4 വരെ തത്സമയം. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. There is a parampara. വാർത്തകളിലേക്ക്. പാകിസ്ഥാൻ ഖജനാവിലെ പാരിതോഷികങ്ങൾ വിറ്റ കേസിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യയ്ക്കും 14 വർഷം തടവ് ശിക്ഷ. 787 ദശലക്ഷം പാകിസ്ഥാനി രൂപ പിഴയും വിധിച്ചു. ഇസ്ലാമാബാദ് ഹൈക്കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇതോടെ 10 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലും വിലക്ക് വന്നു. പ്രധാനമന്ത്രിയായിരിക്കെ വിദേശത്ത് നിന്ന് ലഭിച്ച 14 കോടിയുടെ പാരിതോഷികങ്ങൾ വിറ്റതാണ് ഇമ്രാന് വിനയായത്. സമ്മാനങ്ങൾ ഖജനാവിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ലേലത്തിൽ വാങ്ങിയ ശേഷം മറിച്ചു വിറ്റു എന്നാണ് കേസ്. കഴിഞ്ഞ ദിവസമാണ് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രേഖകൾ പരസ്യമാക്കിയ കേസിൽ ഇമ്രാൻഖാനെ 10 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. അടുത്ത മാസം 8-ാം തീയതി പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ശിക്ഷാവിധികൾ പുറപ്പെടുവിച്ചത്. ഇന്ത്യ മുന്നണിയെ പരിഹസിച്ച് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. മുന്നണി നിലവിൽ വന്ന് ഇത്ര നാളായിട്ടും ഒന്നും ചെയ്തിട്ടില്ല. ഏതു പാർട്ടി എത്ര സീറ്റുകളിൽ മത്സരിക്കുമെന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. മുന്നണിയുടെ പേര് മാറ്റാൻ ശ്രമിച്ചിരുന്നതായും നിതീഷ് കുമാർ പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ റാഞ്ചിയിലെ വസതിയിൽ ഇ ഡി ചോദ്യം ചെയ്യുന്നു. ഉച്ചയ്ക്ക് 1:30 മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഇ ഡി സംഘം എത്തിയത്. ചോദ്യം ചെയ്യൽ അറസ്റ്റിലേക്ക് നീങ്ങിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ സംസ്ഥാനത്തെ ക്രമസമാധാനം ഉറപ്പാക്കാൻ ധനകാര്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 3-അംഗ ഉദ്യോഗസ്ഥ സംഘത്തെ ജാർഖണ്ഡ് സർക്കാർ നിയോഗിച്ചു. സോറനെ അറസ്റ്റ് ചെയ്താൽ പകരം ഭാര്യ കൽപ്പന സോറൻ മുഖ്യമന്ത്രിയാകാനാണ് സൂചന. ഈ മാസം ആദ്യം തന്നെ ഖാണ്ഡേ സീറ്റിലെ MLA സർഫറാസ് അഹമ്മദ് രാജിവെച്ചിരുന്നു. കൽപ്പനയ്ക്ക് മത്സരിക്കാനുള്ള മുന്നൊരുക്കമാണിതെന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടി എക്സിക്യൂട്ടീവ് പ്രസിഡന്റിനെതിരായ ED അന്വേഷണത്തിൽ പ്രതിഷേധിച്ച് JMM പ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണ്. റാഞ്ചിയിലെ മൊറാദിബാദ് ഗ്രൗണ്ടിൽ ഒത്തുകൂടിയ പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. പമ്പയിലും പന്തളത്തും മാലയൂരി മടങ്ങിയത് കപട ഭക്തരെന്ന് ദേവസ്വം മന്ത്രിയുടെ വിവാദ പ്രസ്താവന. നിയമസഭയിൽ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു കെ രാധാകൃഷ്ണൻ. പ്രസ്താവനയ്ക്ക് പിന്നാലെ BJPയും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളും മന്ത്രിക്കെതിരെ രംഗത്തെത്തി. ഇതര സംസ്ഥാന ഭക്തർ ഉൾപ്പെടെ എത്തുന്ന ശബരിമലയിൽ സൌകര്യം ഒരുക്കാതെ മൾട്ടി ലാംഗ്വേജ് തെറി കേൾക്കുന്ന സാഹചര്യം സർക്കാർ ഒഴിവാക്കണമെന്ന് PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ പമ്പയിൽ നിന്ന് സന്നിധാനം വരെ തീർത്ഥാടകർ ക്യൂ നിന്നത് 16 മുതൽ 18 മണിക്കൂർ വരെ. നിലയ്ക്കലിൽ നിന്ന് കുത്തിനിറച്ച് യാത്ര നടത്തിയ ബസ്സുകളും ബസ് പോലും കിട്ടാതെ വലഞ്ഞ അയ്യപ്പ ഭക്തരും ദുരിതത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. കുടിവെള്ളം പോലും കിട്ടുന്നില്ല എന്ന് പലരും പരാതി പറഞ്ഞു. എന്നിട്ടും ഇതെല്ലാം ചിലർ ആസൂത്രിതമായി നടത്തിയതാണെന്ന് ദേവസ്വം മന്ത്രി. മാത്രമല്ല, സന്നിധാനത്തെത്താതെ മാലയൂരിയത് കപടഭക്തരാണ് എന്നും മന്ത്രി പ്രസ്താവിച്ചു. 2-3 ആളുകൾക്ക് ഉണ്ടാകുന്ന അസൗകര്യമാണോ? 10,000-കണക്കിന് ആളുകൾ ഭക്തർ അവിടെ വർഷങ്ങളായി 2-3 ദിവസമൊക്കെ നിന്ന് ദർശനം നടത്തിപ്പോയിട്ടുണ്ട്. ഒരു കുഴപ്പമുണ്ടാക്കില്ല. പക്ഷേ ഇപ്പോൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ യഥാർത്ഥ ഭക്തന്മാരാരും മാലയൂരിയിട്ടോ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല. കപട ഭക്തന്മാർ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പോലീസ് വീഴ്ചയാണ് ആസൂത്രണത്തിലെ പ്രധാന പിഴവായി പ്രതിപക്ഷത്ത് നിന്ന് M. വിൻസെന്റ് MLA ചൂണ്ടിക്കാട്ടിയത്. അനാവശ്യമായ നിയന്ത്രണങ്ങൾ പോലീസ് അവിടെ ഏർപ്പെടുത്തി. മകരവിളക്ക് ദിവസവും തലേ ദിവസവും വെർച്വൽ ക്യൂ 40,000-ആയി പരിമിതപ്പെടുത്തി.
അതിന്റെ തൊട്ടടുത്ത ദിവസം അത് 70,000-വും 80,000-വുമായി മാറി. അപ്പൊ 80,000 പേർ വന്നാൽ പോലും അവിടെ സുഗമമായി തീർത്ഥാടനം നടത്താം എന്നിരിക്കെ ഈ പോലീസ് ഉണ്ടാക്കിയ അനാവശ്യമായ നിയന്ത്രണങ്ങളല്ലേ ഈ ഭക്തജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഭക്തർ എത്തുന്ന ശബരിമലയിൽ മൾട്ടി ലാംഗ്വേജ് തെറി കേൾക്കുന്ന സാഹചര്യം സർക്കാർ ഒഴിവാക്കണമെന്ന് PC വിഷ്ണുനാഥ് MLA. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവര് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവരുടെ എല്ലാം ഭാഷയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചു. പക്ഷേ സർക്കാരിന് നല്ലതല്ല. മൾട്ടി ലാംഗ്വേജ് തെറി നമ്മൾ കേൾക്കേണ്ട സാഹചര്യം ഇനി ഉണ്ടാകുന്നത് ഒഴിവാക്കണം. ഏറെ മാനസിക ബുദ്ധിമുട്ടോടെയാണ് ഭക്തർ മാല ഊരി മടങ്ങിയത് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ക്യൂ നിന്ന് കുഴഞ്ഞു വീണാൽ എന്തു ചെയ്യുമെന്നും K. രാധാകൃഷ്ണൻ ഏത് നാട്ടിലെ ദേവസ്വം മന്ത്രിയാണെന്നും സുരേന്ദ്രൻ. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ദേവസ്വം മന്ത്രിമാരാക്കിയാൽ എന്താണ് കേരളത്തിൽ സംഭവിക്കും? ഇയാൾ ഏത് നാട്ടിലെ ദേവസ്വം മന്ത്രിയാണ്? അത് ശബരിമല തീർത്ഥാടനത്തിലെ ഒരു ആചാരമാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് ദേവസ്വം മന്ത്രി നിയമസഭയിൽ കളിയാക്കിയിരിക്കുന്നത്. മിസ്റ്റർ രാധാകൃഷ്ണൻ, താങ്കൾക്ക് വേറെ ഏതെങ്കിലും സമുദായത്തിലെ ആചാരങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവും? ശബരിമല തീർത്ഥാടകരോടായതുകൊണ്ടാണല്ലോ താങ്കൾ ഇത്രയും മ്ലേച്ഛമായ നീചമായ പരാമർശങ്ങൾ നടത്തുന്നത്. ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകളും മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 5,775 രൂപ, പവന് 46,200 രൂപ. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 4,750 രൂപ, പവന് 38,000 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോഗ്രാമിന് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി കാണാം. നമസ്കാരം. ഈ പരിപാടി बालाजी